സീറ്റ് വിഭജനം പാളിയതോടെ കോഴിക്കോട് തുറയൂർ പഞ്ചായത്തിൽ CPM-നെതിരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ CPI ഒരുങ്ങുന്നു. തുറയൂർ പഞ്ചായത്തിലെ 8 വാർഡുകളിലാണ് CPM-നെതിരെ CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. CPIക്ക് ശക്തമായ സ്വാധീനമുള്ള പഞ്ചായത്തിൽ അർഹമായ പരിഗണന നൽകാൻ CPM തയ്യാറായില്ലെന്ന് കാണിച്ചാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഇറങ്ങിയത്. 14 വാർഡുകളിൽ CPIക്ക് നൽകിയത് ഒരു സീറ്റ് മാത്രം, അതാകട്ടെ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റും. ഇതോടെയാണ് മുന്നണി വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് CPI നേതാക്കൾ. ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുകയാണ്, നമ്മെ മത്സരിപ്പിക്കൂല അല്ലെങ്കിൽ മത്സരിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്കാണ് വന്നത്. നമ്മുടെ ഒരു 5-ാം വാർഡുണ്ട്, അവിടെ നമ്മുടെ പാർട്ടിക്ക് ഒരു വോട്ടർമാർ പോലുമില്ല. സത്യം പറഞ്ഞാൽ ഒരു വോട്ടർമാരില്ല, നിർദ്ദേശിക്കാൻ പോലും ആളില്ലാത്ത, അതവരൊരു പരിഹാസ രൂപേണ അനുവദിച്ച, അത് നമ്മൾ ആദ്യം തന്നെ അത് വേണ്ടതില്ല എന്ന് പറഞ്ഞു. നമ്മുടെ വോട്ടർമാരുള്ള 8 വാർഡിലാണ് നമ്മളിപ്പോൾ മത്സരിക്കുന്നത്. ആ വോട്ട് പരമാവധി ശേഖരിക്കുക എന്നുള്ളത്. 8 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിന് അനുമതി ലഭിച്ചതിനാൽ ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം. 21 വയസ്സുകാരിയായ BDS വിദ്യാർത്ഥിയെ ഉൾപ്പെടെയാണ് CPM-നെ നേരിടാൻ CPI രംഗത്തിറക്കിയിരിക്കുന്നത്. CPI-യും ഒരു CPI-യും തമ്മിലുള്ള ഒരു മത്സരം കാണാൻ ഒരു ത്രില്ലുണ്ട്. അതെങ്ങനെ ആയിരിക്കണമെന്ന് ഇപ്പം നമുക്ക് വോട്ട് അങ്ങനെ കിട്ടോ അങ്ങനെയൊന്നും നമുക്കില്ല. നമ്മൾ പരമാവധി നമ്മളെ വോട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങാൻ ശ്രമിക്കും. അതേസമയം ഇടതുമുന്നണിയിലെ തർക്കം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF നേതൃത്വം. നമുക്ക് UDF-ന് ഏറ്റവും നല്ല വിജയ സാധ്യത വന്ന് കൈവരിച്ചിരിക്കുകയാണ്. വാർഡുകളിൽ ഇപ്പോൾ മെമ്പർമാർ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ നല്ല രീതിയിലാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു ഘടകം വന്നതെന്ന് വെച്ചാൽ CPI തമ്മിൽ വളരെയധികം വടംവലിയോടുകൂടി വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നതോടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധാകേന്ദ്രമാകുകയാണ് തുറയൂർ പഞ്ചായത്ത്. മീഡിയ 1 കോഴിക്കോട്. സലാം മുഹമ്മദ് വിശദാംശങ്ങൾ നൽകുന്നു കോഴിക്കോട്ട് നിന്ന്. സലാം, ആ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ ഒരു പഞ്ചായത്തായി തുറയൂർ മാറുകയാണ്. എങ്ങനെയാണ് ഈ വടംവലി നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയത്? നമുക്കത് CPI സ്വന്തം നിൽക്കുന്നു എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ, അതോ ഇന്ന് 3 മണിക്ക് ശേഷം മാത്രമേ ഉറപ്പിക്കാൻ കഴിയുള്ളൂ എന്ന രീതിയിലാണോ? സൈഫുദ്ദീൻ, നിലവിൽ പത്രയെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ CPI എത്തിയിട്ടില്ല. മത്സരിക്കാൻ തന്നെയാണ് തീരുമാനം. ആ രീതിയിൽ കൺവെൻഷനുകളൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ടുള്ള കൺവെൻഷനാണ്, അവരുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷനാണ് ഇപ്പോൾ തുറയൂരിൽ പുരോഗമിക്കുന്നത്. CPIക്ക് ഒരു സീറ്റ് മാത്രമാണ് CPM വിട്ടു നൽകാൻ തയ്യാറായത്. അതായത് 14 സീറ്റുകളാണ് തുറയൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അവിടെയുള്ള ഒരു സീറ്റ് മാത്രമാണ് CPIക്ക് വിട്ടു നൽകാൻ CPM തയ്യാറായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് CPI ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. സാധാരണഗതിയിൽ കുറെ കൂടി സ്വാധീനമുള്ള ഒരു പഞ്ചായത്താണ് CPIക്ക് തുറയൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ. സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിൽ അത്ര സ്വാധീനമില്ലാഞ്ഞിട്ട് കൂടി 2-3 സീറ്റുകൾ വിട്ടു നൽകാൻ CPM തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ തുറയൂർ പഞ്ചായത്തിൽ ഈ സ്ഥിതിയല്ല ഉണ്ടായത്. കാരണം ഈ CPM-ൽ നിന്ന് തന്നെ വിട്ടുവന്ന സഖാക്കളാണ്, അല്ലെങ്കിൽ പ്രവർത്തകരാണ് CPI-ൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വൈരാഗ്യങ്ങളൊക്കെ തന്നെ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളൊരു ആക്ഷേപമാണ് CPI ഉയർത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പഞ്ചായത്തിലെ 14 വാർഡുകളിൽ 8 സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ CPI എത്തിയിരിക്കുന്നത്. ഇത് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്നുള്ള കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ കൂടി പ്രാദേശിക നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അരിവാൾ ധാന്യക്കതിർ ചിഹ്നം അനുവദിച്ചുകൊണ്ട് മത്സരിക്കാൻ തന്നെ CPI ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. സാധാരണ CPI അങ്ങനെ ഒരു ചിഹ്നമെടുത്ത് മുന്നണിക്ക് വിഭിന്നമായി മത്സരിക്കണമെങ്കിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് അനുമതി വേണം. ആ അനുമതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ തന്നെയാണ് CPI മത്സരിക്കുന്നത്. അങ്ങനെ അരിവാൾ ചുറ്റിയ നക്ഷത്രവും അരിവാൾ ധാന്യക്കതിരും നേരിട്ട് ഏറ്റുമുട്ടുന്ന അപൂർവം പഞ്ചായത്തുകളിലൊന്നായി തുറയൂർ മാറിയിരിക്കുകയാണ്. നിലവിൽ 8 സീറ്റുകളിലേക്കാണ് CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അങ്ങനെ 21 വയസ്സുകാരിയായ BDS വിദ്യാർത്ഥി അടക്കം രംഗത്തിറക്കി ഈ കളം പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് CPI ഉള്ളത്. ഇത്തവണ വിജയസാധ്യത ഉണ്ടായില്ലെങ്കിൽ കൂടി, അല്ലെങ്കിൽ വിജയം കാണാനായില്ലെങ്കിൽ കൂടി കുറെ കൂടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച് കുറെ വോട്ടുകൾ സമാഹരിച്ച് CPIക്ക് ലഭിക്കാനുള്ള വോട്ടുകളുടെ പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഒരു ശക്തി കാണിക്കാനുള്ള ഒരു ശ്രമമാണ് CPIയുടെ ഭാഗത്തുണ്ടാകുന്നത്. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുന്നണിയിൽ കുറെ കൂടി ഭേദപ്പെട്ട സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള ഒരു ശക്തി കാണിക്കുന്നതിനുള്ള ഒരു നടപടിക്രമം, അല്ലെങ്കിൽ അതിനുള്ളൊരു മുന്നൊരുക്കം എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത് എന്നുള്ളതാണ് നേതാക്കളും പറയുന്നത്. ഏതായാലും വലിയ പോരാട്ടം തന്നെയാണ് തുറയൂർ പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. അവിടുത്തെ പ്രധാന കക്ഷികൾ എന്ന് പറയുന്നത് CPM-ഉം CPI-യും അതുപോലെ മുസ്ലിം ലീഗുമാണ്. UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. കാരണം LDF-ലെ പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ നേരിട്ട് ഈ കക്ഷികളൊക്കെ തന്നെ മത്സരിക്കാൻ ഇറങ്ങുന്നത്, CPM-ഉം CPI-യും മത്സരിക്കാൻ ഇറങ്ങുന്നതോടെ തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ UDF നേതൃത്വം ഉള്ളത്. ഏതായാലും തുറയൂർ പഞ്ചായത്തിൽ CPM-ഉം CPI-യും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷം.
യെസ്, അങ്ങനെയാണെങ്കിൽ തുറയൂർ പഞ്ചായത്ത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധാകേന്ദ്രമാകും. പൂർവമായ മത്സരചിത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം വേഴ്സസ് അരിവാൾ നെൽക്കതിർ.